റൈസീന കുന്നിന് സമീപം നിർമ്മാണം പൂർത്തിയായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പുതിയ ഓഫീസ് പ്രവർത്തന സജ്ജമായി. സെൻട്രൽ വിസ്ത പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച സമുച്ചയത്തിന് സേവാതീർഥ് എന്നാണ് പേരിട്ടിരിക്കുന്നത്. ഈ മാസം 14-ന് മകരസംക്രാന്തി ദിനത്തിൽ പ്രവർത്തനം ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. നിർമ്മാണഘട്ടത്തിൽ എക്സിക്യൂട്ടീവ് എൻക്ലേവ് എന്നാണ് ഓഫീസുകൾക്ക് പേരിട്ടിരുന്നത്. പ്രധാനമന്ത്രിയുടെ ഓഫീസ്, ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റ്, നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ സെക്രട്ടേറിയറ്റ്, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിന്റെ ഓഫീസ് എന്നിങ്ങനെ 3 കെട്ടിടങ്ങളാണുള്ളത്. ഓപ്പൺ ഫ്ലോർ മോഡലിലാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ രൂപകൽപ്പന. ഉദ്യോഗസ്ഥർക്കിടയിൽ മികച്ച ഏകോപനവും സുതാര്യതയും ഉറപ്പാക്കാനാണ് പുതിയ മാറ്റം. ആധുനിക സാങ്കേതിക വിദ്യയ്ക്കൊപ്പം ഇന്ത്യയുടെ പാരമ്പര്യവും സംസ്കാരവും വിളിച്ചോതുന്ന രീതിയിലാണ് വിദേശ പ്രതിനിധികളെ സ്വീകരിക്കുന്ന മുറികൾ ഒരുക്കിയിരിക്കുന്നത്. കേന്ദ്രമന്ത്രിസഭാ യോഗങ്ങൾ ചേരുന്നതിനായി അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ പ്രത്യേക ഹാളും സജ്ജമാക്കിയിട്ടുണ്ട്. പുതിയ പാർലമെന്റ് മന്ദിരവും ഉപരാഷ്ട്രപതിയുടെ വസതിയും ഇതിനോടകം തന്നെ പ്രവർത്തനക്ഷമമാണ്. പ്രധാനമന്ത്രിയുടെ പുതിയ വസതിയുടെ നിർമ്മാണവും ഓഫീസ് സമുച്ചയത്തിന് സമീപം നടന്നുവരികയാണ്. ഇത് പൂർത്തിയാകുന്നതോടെ നിലവിലെ 7-ാം നമ്പർ ലോക് കല്യാൺ മാർഗിലെ വസതിയിൽ നിന്നും അദ്ദേഹം പുതിയ ഇടത്തേക്ക് മാറും. ആകെ 8 മന്ത്രാലയ ഓഫീസുകളിൽ 3 എണ്ണം ഇതിനോടകം തന്നെ പൂർത്തിയായി കഴിഞ്ഞു. സ്വാതന്ത്ര്യലബ്ധി മുതൽ സൗത്ത് ബ്ലോക്കിലായിരുന്നു പ്രധാനമന്ത്രിയുടെ ഓഫീസ് പ്രവർത്തിച്ചിരുന്നത്. നോർത്ത്, സൗത്ത് ബ്ലോക്കുകൾ ഇനി ഇന്ത്യയുടെ 5000 വർഷത്തെ ചരിത്രം വിളിച്ചോതുന്ന ലോകത്തിലെ ഏറ്റവും വലിയ മ്യൂസിയമായി മാറും. ഇതിന്റെ 1-ാം ഘട്ടം അടുത്ത വർഷം ആദ്യം ഉദ്ഘാടനം ചെയ്തേക്കും. നാഷണൽ ഡെസ്ക്, കേരള പ്രണാമം.